മറഞ്ഞു മഹോദാര ബ്രഹ്മപ്രദേശം മുറിഞ്ഞറ്റു വീണു മനോരമ്യലങ്ക മഹാദേവിനിൻ കാലിലെ പൊൻചിലങ്ക എന്ന് ഈ പുസ്തകത്തിൽ കവി പാടിയിട്ടുണ്ട്. ഗാന്ധാരദേശം ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ, പാഞ്ചാലദേശം ഇന്നത്തെ പാകിസ്ഥാൻ, ബംഗാളദേശം ഇന്നത്തെ ബംഗ്ലാദേശ്, ബ്രഹ്മപ്രദേശം ഇന്നത്തെ മ്യാൻമാർ, ശ്രീലങ്ക 1 ലിറ്റർ ഡീസൽ 296 വില. ആരുടെ സാമ്രാജ്യം? കുബേരന്റെ സാമ്രാജ്യം. കുബേരൻ സമ്പത്തിനെ ആരാധിച്ചു, ശക്തി ആരാധിക്കാൻ മറന്നുപോയി. അതുകൊണ്ട് കുബേരന്റെ സമ്പത്തും ശക്തിയും സ്വർണ്ണമയൂര ലങ്കയും പുഷ്പക വിമാനവും വരെ രാവണൻ പിടിച്ചടങ്ങി. സ്വന്തം ഭാര്യമാരെ പോലും കിട്ടിയില്ല. കൈലാസത്തിന്റെ ചുവട്ടിൽ ശിവനോട് പോയിട്ട് കരഞ്ഞു പറഞ്ഞു, നിങ്ങൾ സമ്പത്തിനെ ആരാധിക്കണം, 1000 തലമുറക്കുള്ള സമ്പത്ത് ഉണ്ടാക്കണം ഹിന്ദുക്കൾ. പക്ഷെ ആ സമ്പത്തിനൊപ്പം ശക്തിയെ കൂടി ആരാധിച്ചില്ലെങ്കിൽ സമ്പത്തെല്ലാം കണ്ടവന്മാർ പിടിച്ചു കൊണ്ടുപോകും എന്നുകൂടി രാവണന്റെയും കുബേരന്റെയും ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു എന്നുകൂടി അറിയണം. അങ്ങനെ ഭാരതത്തിലെ ഒട്ടുഭാഗങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ട് ഇന്ന് നരേന്ദ്രമോദിജി ഭരിക്കുന്ന ഇന്ത്യയുടെ വലിപ്പം 36 ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററേ ഉള്ളൂ. 64 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ വ്യാപിച്ചു കിടന്ന എന്റെ ഭാരതം ഈ കഴിഞ്ഞ 500 വർഷത്തിനിടയ്ക്ക് വെട്ടി വെട്ടി മുറിച്ച് കൊണ്ടുപോയപ്പോൾ സ്വതന്ത്ര ഭാരതത്തിൽ 62-ൽ ഇന്ത്യ ചൈന യുദ്ധത്തിൽ ഭാരതത്തിൽ കൈലാസത്തിന്റെയും മാനസ സരോവരത്തിന്റെയും പല ഭാഗങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്നതും ദയനീയമാണ് എന്നറിയണം. നമ്മൾ 5 യുദ്ധം പാകിസ്ഥാനോട് നടത്തിയിട്ടുണ്ട്, 1 യുദ്ധം ചൈനയോടും നടത്തിയിട്ടുണ്ട്. നമ്മുടെ സാമ്പത്തിക വിദഗ്ധർ പറയുണ്ടായിട്ടുണ്ട്, ഭാരതം എന്ന രാജ്യത്തിന് 7 അയൽരാജ്യങ്ങളുണ്ട്. അതിൽ അയൽരാജ്യം വളരെ പ്രധാനമാണ് പാകിസ്ഥാൻ, മറ്റൊന്ന് അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ചൈന. ഈ 4 അയൽരാജ്യങ്ങൾ ഭാരതത്തിനില്ലായിരുന്നുവെങ്കിൽ ഭാരതത്തിലെ റോഡുകൾ സ്വർണം പൂശിയേനെ എന്ന്. കാരണം നമ്മുടെ സമ്പത്തിന്റെയും ബജറ്റിന്റെയും 40% പ്രതിരോധത്തിന് വേണ്ടി നീക്കിവെക്കേണ്ടി വരുന്നു. ഓപ്പറേഷൻ സിന്ധു നമ്മൾ കണ്ടു. കാശ്മീർ കാണാൻ 26 നിങ്ങളുടെ കൊച്ചിയിലെ രാമചന്ദ്രനെ അടക്കം വെടിവെച്ചു കൊണ്ടു കളഞ്ഞു. കലിമ ചൊല്ലാൻ അറിയാത്തതുകൊണ്ട് കാശ്മീർ പോകുമ്പോ കലിമയൊക്കെ ഒന്ന് പഠിച്ചോളൂ. കലിമ ചൊല്ലാൻ അറിയാത്ത 26 ആളുകളുടെ തലമണ്ടയിലൂടെ വെടിയുണ്ട കടന്ന് ചിതറി തെറിച്ചു പോയപ്പോൾ ഭാരതം ചോദിച്ചു, പ്രതികരിക്കുന്നില്ലേ എന്ന്. ഭാരതത്തിന്റെ തനതായ ശൈലിയുള്ള നമ്മുടെ സൈനികന്മാരുടെയും ഭരണകൂടത്തിന്റെയും അതിശക്തമായ പ്രതികരണത്തിൽ 9 ഭീകര കേന്ദ്രങ്ങളെ നിശേഷം തകർത്ത് തരിപ്പണമാക്കി. അതിനുശേഷം 11 ബ്രഹ്മോസ് മിസൈൽ അങ്ങോട്ട് അയച്ചു. 11 കോടിയാണ്, 35 കോടിയാണ് ഒരു ബ്രഹ്മോസിന്റെ വില. 11 അങ്ങോട്ട് അയച്ചു. 11 താവളങ്ങളെ, വ്യോമസേന താവളങ്ങളെ തകർത്ത് കളഞ്ഞു. അതുകൊണ്ടാണ് ഭാരതം എന്ന് പറയുന്നത്, നിങ്ങൾ ശക്തി ഉണ്ടായാൽ മാത്രം പോരാ, ശക്തിയെ ചില അവസരങ്ങൾ പ്രദർശിപ്പിക്കുകയും വേണം. അങ്ങനെയെങ്കിൽ പല പ്രശ്നങ്ങൾ ഒഴിവായി കിട്ടും. അതുകൊണ്ട് ബ്രഹ്മോസ് മിസൈലിന് ഇപ്പൊ 22 രാജ്യങ്ങളിൽ നിന്നാണ് ഓർഡർ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾക്ക് 10 ബ്രഹ്മോസ് വേണട്ടോ. ചൈനയുടെ എല്ലാം ചീറ്റിപ്പോയി. ചൈന എല്ലാം നമുക്ക് വ്യാജനാണ് ലോകത്തിന് മൊത്തം കൊടുത്തത്, പാകിസ്ഥാൻ കൊടുത്തത് വ്യാജനായിരുന്നു. അതുകൊണ്ട് അതെല്ലാം ചീറ്റിപ്പോയി. അതാണ് നവഭാരതം. ആ ഭാരതത്തെ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ഹിമാലയത്തെ കുറിച്ചുള്ള ആ ഒരു സങ്കല്പമുണ്ടല്ലോ. ഹിമാലയത്തെ കുറിച്ച് കവി പാടുന്നത് എന്താണ്? ഇതാണു ഭാരത രജത കിരീടം പാരിന്തോ പുരവാടം ഹിമാലയത്തെ കുറിച്ച് എത്ര മനോഹരമായ വർണ്ണനയാണ് കവി ഇവിടെ പാടിയിരിക്കുന്നത്.